മോശ കരങ്ങൾ ഉയർത്തി പിടിച്ചിരുന്നപ്പോഴെല്ലാം ഇസ്രായേൽ വിജയിച്ചുകൊണ്ടിരുന്നു. കരങ്ങൾ താഴ്ത്തിയപ്പോൾ അമലേക്യർക്കായിരുന്നു വിജയം. അമലേക്യരാണ് ഇസ്രായേലിന്റെ ഏറ്റവും വലിയ ശത്രുക്കളായിട്ട് ദൈവം കണ്ടിരുന്നത്. അമലേക്യരെന്ന് വായിക്കുമ്പോൾ നിങ്ങൾക്ക് സാത്താനും അവന്റെ സംഘങ്ങളും എന്ന് വേണമെങ്കിൽ മാറ്റി വായിക്കാം. യുദ്ധം സാത്താനുമായിട്ടുള്ള ഒരു ദൈവ മകളുടെ പോരാട്ടത്തിന്റെ പ്രതീകമാണ് അമലേക്യരുമായിട്ടുള്ള യുദ്ധം. ആ യുദ്ധത്തിന് പോകുമ്പോൾ നിങ്ങൾ ബൈബിളിൽ വേറെ എവിടെയും വായിച്ചു, ഒരു യുദ്ധത്തിന് പോകുമ്പോഴും മോശ ഇങ്ങനെ മലമുകളിൽ പോയി പ്രാർത്ഥിക്കാൻ നിൽക്കുന്നതായി ബൈബിളിൽ വേറെ എവിടെയും ഒരു സൂചനയില്ല. മനുഷ്യരോടല്ല ദൈവഭക്തർ യുദ്ധം ചെയ്യുന്നത്. ദൈവത്തിന്റെ മക്കൾ യുദ്ധം ചെയ്യുന്ന ആരോടാണ്? സാത്താനുമായിട്ടാണ്. അപ്പൊ സാത്താനുമായിട്ടുള്ളൊരു യുദ്ധമായതുകൊണ്ടാണ് മുമ്പൊരിക്കലും അതിന് മുമ്പോ അതിന് പിൻപോ പറഞ്ഞിട്ടില്ലാത്ത വിധത്തിൽ ദൈവം മോശയോട് പറയുന്നത് നേരെ പോവുക. എവിടേക്ക് പോവുക? മലമുകളിലേക്ക് പോവുക. മോശയ്ക്ക് ദൈവം പ്രേരണ കൊടുക്കുകയാണ്. വെറുതെ നിൽക്കാതെ എന്ത് ചെയ്യുക? ഈ വടിയും കൈ പിടിച്ചിട്ട് നിന്റെ കൈ ഇങ്ങനെ ഉയർത്തിപ്പിടിക്കുക. താഴ്വാരത്തിൽ ജോഷുവയുടെ നേതൃത്വത്തിലുള്ള ഇസ്രായേൽ സൈന്യം അമലേക്യരെ ഒന്നൊന്നായി അരിഞ്ഞു വീഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. സാത്താനെ പരാജയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴാണ്? ഈ കൈ ഇങ്ങനെ ഉയർന്നു നിൽക്കുമ്പോ. കുറച്ചു നേരം കഴിഞ്ഞപ്പോ കൈക്ക് വേദന എടുക്കാൻ തുടങ്ങി. അപ്പൊ കൈ വേദന എടുത്തപ്പോ മോശ കുറച്ച് കൈ താഴ്ത്തിയപ്പോ മോശ നോക്കുമ്പോ ജോഷുവയും ഇസ്രായേൽ സൈന്യവും അമലേക്യരെ വാൾമുനത്തുമ്പിൽ ഇസ്രായേൽ സൈന്യം ഒന്നൊന്നായിട്ട് അരിഞ്ഞു വീഴ്ത്തപ്പെടുന്നു. ജോഷുവയും സേനയും പിന്മാറുന്നതായിട്ട് കാണുക. പെട്ടെന്ന് മോശ വീണ്ടും കൈ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചു. പക്ഷെ എത്ര നേരം കൈ ഉയർത്തിപ്പിടിക്കും? കൈ ഉയർത്തിപ്പിടിക്കുമ്പോൾ കൈ വേദന എടുക്കുമ്പോൾ കൈ ഇങ്ങനെ തളർന്ന് താഴുമ്പോൾ അഹറോനും ഹൂറിനും മനസ്സിലായി ഈ കൈ താഴ്ന്നാൽ താഴെ ഇസ്രായേൽ ജനം പരാജയപ്പെടും. അതുകൊണ്ട് ഈ കൈ താഴാതെ നോക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണെന്ന് തിരിച്ചറിഞ്ഞ് അഹറോനും ഹൂറും മോശയെ ഒരു കല്ലെടുത്ത് അതിലിരുത്തിയിട്ട് മോശയുടെ ഇരുവശത്ത് നിന്ന് അവർ രണ്ടുപേരും കൂടെ കൈ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് അങ്ങനെ സായാഹ്നം വരെ മോശയുടെ കൈ താഴാതെ ഉയർത്തിപ്പിടിച്ച് നിന്നു. ഇവിടെ മനുഷ്യൻ തന്റെ ശരീരത്തിൽ സഹിക്കുമ്പോൾ അവന്റെ സറൗണ്ടിങ്ങിൽ ഒരു ദൈവപ്രവൃത്തി നടക്കുകയാണ്. അതിലെവിടെ നടക്കുന്നത്? ഈ മോശയുടെ കൈ ഇങ്ങനെ ഉയർന്ന് വേദനിച്ച് നിൽക്കുന്ന സമയത്ത് താഴെ താഴ്വാരത്തിൽ യുദ്ധത്തിൽ സ്വന്തം ജനത ശത്രുക്കളെ ഒന്നൊന്നായി അരിഞ്ഞു വീഴ്ത്തുകയാണ്. അപ്പൊ അതായത് ഈ ശരീരം നോവുമ്പോ, ശരീരം ക്ഷയിക്കുമ്പോ, ശരീരം മടുക്കുമ്പോ, ശരീരം വിശക്കുമ്പോ, ശരീരം തളരുമ്പോ, ശരീരം ക്ഷീണിക്കുമ്പോ അവിടെ പുറത്തെന്ത് നടക്കുന്നു? ഒരു ആത്മീയ പ്രവൃത്തി നടക്കുന്നു. ശരീരത്തിൽ ഒരു പെയിൻ വരുമ്പോ പുറത്തൊരു സ്പിരിച്വൽ പവർ റിലീസ് ചെയ്യപ്പെടുന്നു. ഉപവസിക്കുന്ന സമയത്ത് ഒരു ആത്മീയ ശക്തി റിലീസ് ചെയ്യപ്പെടും. അത് നിങ്ങൾ എവിടെ ഉപവസിച്ചാലും നിങ്ങളുടെ സാഹചര്യത്തിൽ, നിങ്ങളുടെ കുടുംബത്തിലേക്ക്, നിങ്ങളുടെ വീട്ടിലേക്ക്, നിങ്ങളുടെ ദാമ്പത്യത്തിലേക്ക്, പേരൻസിലേക്ക്, കുഞ്ഞുങ്ങളിലേക്ക്, ജോലി മേഖലയിലേക്കെല്ലാം ദൈവത്തിന്റെ ശക്തി റിലീസ് ചെയ്യപ്പെടും.